ഇന്ത്യയിലത്തെ ഇവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് ഹിന്ദു ഫേപ്പിംഗ് എന്ന് പറയുന്നത്. അന്നതേ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തരുന്നുണ്ട്, ജ്യൂസൊക്കെ മേടിച്ച് തരുന്നുണ്ട്. വീഡിയോ ഒന്ന് എടുത്ത് കൊടുത്താൽ കേട്ടോ, നമ്മൾ ഫുൾ ചൈനീസിൽ സംസാരിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇഡ്ഡലി പോലത്തെ എന്തോ സാധനമാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ്. ലോബ്സ്റ്ററൊക്കെ നോക്കുക, ഇവിടുത്തെ ലോബ്സ്റ്റർ. ഇവിടെ കുറേ സുന്ദരികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, കൊള്ളാം കേട്ടോ. നല്ലൊരു ബീഫിൻ്റെ ഒരു കറി ഉണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചൈനയിലത്തെ യുന്നാൻ പ്രൊവിൻസിലെ കുൻമിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഫാമേഴ്സ് മാർക്കറ്റാണ്, ദോങ്ഹുവ ഫാമേഴ്സ് മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ജ്വാൻസിൻ ഫാമേഴ്സ് മാർക്കറ്റായിരുന്നു. ഇനി അടുത്തൊരു റൂറൽ ഏരിയാസിലുള്ള ഫാമേഴ്സ് മാർക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. കുറേ മഷ്റൂമും ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ കുൻമിങ്ങിൻ്റെ സ്പെഷ്യലാണ്, യുന്നാൻ്റെ സ്പെഷ്യലാണ് മഷ്റൂം എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മഷ്റൂം ഹോട്ട് പോട്ടൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. കഴിച്ച് ഇതൊക്കെയാണ് കേട്ടോ ഓരോ ഫുഡ് ഐറ്റംസ് വരുന്നത്. ഇവിടെ ചൈനക്കാർ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. വലിയൊരു കറി പാത്രം വെച്ചിട്ട് ചുറ്റോറ് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ബൗളിൽ റൈസൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ഒരു ഐറ്റം ഇരിക്കുന്നുണ്ട് കേട്ടോ, മീൻ പോലത്തെ ാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ എന്തൊക്കെ കറി സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഹിന്ദു ഫേപ്പിംഗ് എഴുതിയിട്ടുണ്ട്. ഹിന്ദു ഫേപ്പിംഗ് ഇന്ത്യയിലത്തെ ഇവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് ഹിന്ദു ഫേപ്പിംഗ് എന്ന് പറയുന്നത്. ഫേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് പൊറോട്ട എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. പക്ഷേ വിൽക്കുന്നത് ഇന്ത്യക്കാരനൊന്നുമല്ല, ചൈനക്കാരനാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഒരു പൊറോട്ട റോളാണ്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അവർ അടിച്ച് പൊറോട്ട അടിച്ച് തരുന്ന ഒരു സംഭവമാണ് ഇത്. ഓറഞ്ചും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു മറ്റേ ചിക്കൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ ഈ വരുന്നത്. ചിക്കൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുള്ളൊരു ഐറ്റം. അതെന്തോ ഒരു തരം ചൈനീസ് ഡിഷാണ്. നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ വേറെ എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കിയിട്ട് കഴിക്കാം. ഇത് പിന്നെ നമ്മുടെ ബെയ്ജിങ് ഡക്കാണ് വരുന്നത്, ഫുൾ താറാവ്. പിന്നെ അതേ ഇവിടെ സോസേജ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ മീറ്റ് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറേ തരം കോണുകളുണ്ട് കേട്ടോ. കോണിൻ്റെ ഓരോ വെറൈറ്റീസാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കോൺ, വലിയ കോൺ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വേവിച്ചിട്ട് തരും. ഇത് കോണിൻ്റെ മാത്രം കടയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഇവിടെയും കുറേ മീറ്റിൻ്റെ എന്തൊക്കെ ഐറ്റം വെച്ചിട്ടുണ്ട്. ഇത് ഫിഷ് ഉണ്ട്, ഒക്കെ മസാല വെച്ചിട്ടുള്ളതാണ്. നേരെ എടുത്ത് പൊരിച്ചാൽ ഇതെന്താ കരിമീനാണോ? ഇവിടെ അങ്ങനെ എന്തോ ഒരു മീൻ ഇരിപ്പുണ്ട്. പിന്നെ വേറെയും കുറേ തരത്തിലുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ സോസേജ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പച്ചക്കറി കട. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രോൺസും സാധനങ്ങളൊക്കെയാണ്. ഇത് ബാർബിക്യൂ സ്റ്റിക്സും സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കടയിലത്തെ അണ്ണൻ പറഞ്ഞ അണ്ണന് നമ്മളൊപ്പം ഇരുന്നിട്ട് വീഡിയോ എടുക്കണമെന്ന്. ഓക്കെ. അതെ, അണ്ണൻ്റെ ഇവിടെ ഉണ്ട്. അണ്ണൻ നമുക്ക് ഈ കടയിലേക്ക് പ്രൊമോഷൻ ആവുന്നു കേട്ടോ. നമുക്ക് കൈ അന്നതേ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തരുന്നുണ്ട്, ജ്യൂസൊക്കെ മേടിച്ച് തരുന്നുണ്ട്. ശമ്മതാ ഗൈസ്, ഇത് കോണിൻ്റെ ഇത് കോണിൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ വരുന്നത്. അത് നല്ല ചൂടുള്ളതാണ്. നമുക്ക് ഇനി ഇത് കുടിച്ച് നോക്കാം. എന്നാൽ എന്തായാലും നമുക്ക് സാധനം മേടിച്ച് തന്നതല്ലേ. കടയ്ക്ക് വേണ്ടിയിട്ട് ഈ അണ്ണം പറഞ്ഞപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് എടുത്ത് കൊടുത്താൽ കേട്ടോ. നമ്മൾ ഫുൾ ചൈനീസിൽ സംസാരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ കാര്യങ്ങളൊക്കെ ഈ കടേനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ചുമ്മാ ചൈനീസിൽ ഇവിടെ എന്തൊക്കെ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ. ഇതാണ് നമ്മൾ ചൈനീസിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. കുറേ ചക്കയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പഴുത്ത ചക്ക. ഈ ഒരു ചക്കയ്ക്ക് വരുന്നത് 10 യുവാനാണ്. ഈ ഒരു ബോക്സിന് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഭയങ്കര വില കൂടുതലാണ്. പിന്നെ പഴമുണ്ട്, പിന്നെ നമ്മുടെ കോൺ. പിന്നെ ഈ സൈഡിലേക്ക് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഇവിടെ വാൾനട്ട്സ് ഉണ്ട്. പിന്നെ കുറേ സീഡ്സിൻ്റെ ഐറ്റംസാണ്, മത്തൻ്റെ കുരു, പിന്നെ അങ്ങനെ സൺഫ്ലവർ സീഡ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ഇത് 38 യുവാൻസൊക്കെയാണ് വരുന്നത്. 380 റുപ്പീസാണ് വരുന്നത്. ഏകദേശം ഒരു 1/2 കിലോന് 380 ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഇത് മുന്തിരി ഉണ്ട്. ഇത് സിൻജിയാങ് സ്പെഷ്യൽ മുന്തിരിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്തോ ഓക്സിൻ്റെ തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ മീറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വാലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ ഇപ്പുറത്തേക്ക് കുമ്പളങ്ങ, വലിയ കുമ്പളങ്ങ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇലകളുടെ ഒരു കടയാണ് ഈ വരുന്നത് മൊത്തം. പലതരത്തിലുള്ള ഇലകളുണ്ട് ഇവിടെ, വെറൈറ്റി ഇലകൾ.
മുല്ലയൊക്കെ ഉണ്ടല്ലോ, മുല്ലമുട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മുല്ലമുട്ട് ഒരു ഭക്ഷണമാക്കിയിട്ട് കഴിക്കും തോന്നുന്നു കേട്ടോ. പിന്നെ കുൺമിങ്ങിനെ പറ്റി അറിയാലോ, ഏത് ഫുഡിലും ഫ്ലവർ ഉണ്ടാവും. ഇവിടെ എന്തോ മരച്ചീനി പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, ചേമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നുന്നു. പിന്നെ ചക്കരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. അതെ, ഇവിടെ ഒരു ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഹലോ, നീ കഴിച്ചോ? ഹലോ മാ, ഹലോ കാശമ്മാ. പേടിച്ച് നിൽക്കുക കേട്ടോ. പക്ഷേ ഇങ്ങനെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലൊരു കോണൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുണ്ടുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഹലോ നീ ഹലോ മാ, ഹലോ. ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ബൈ. ഇവിടെ കുറേ മുളകും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം മഷ്റൂംസിൻ്റെ കട കേട്ടോ. കുറേ തരത്തിലുള്ള മഷ്റൂംസാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കോമൺ ആയിട്ട് കിട്ടുന്ന മഷ്റൂം. ഇത് പിന്നെ എന്തോ വേറെ തരത്തിലുള്ള മഷ്റൂമാണ്. ഇതിൻ്റെ ഒരു ജ്യൂസൊക്കെ നമ്മൾ യാങ്ജോ പോയപ്പോൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണക്കി മഷ്റൂം ഉണ്ട്, വേറെ എന്തോ തരം മഷ്റൂം. അടുത്ത മഷ്റൂം ഫുൾ മഷ്റൂംസാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന മഷ്റൂമാണ് ഈ ഇരിക്കുന്നത്. ഈ ഓറഞ്ച് സാധനം ഇരിക്കുന്നത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ സ്പൈസിൽ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നത്. നമ്മൾ മഷ്റൂം ഹോട്ട് പോട്ട് കഴിക്കാൻ പോയപ്പോണ്ടായിരുന്നു. ഇത് ഫുൾ മഷ്റൂംസിൻ്റെ ഒരു കട. അടുത്ത മഷ്റൂം, ഇത് കുഞ്ഞ് മഷ്റൂം, പിന്നെ വേറെ മഷ്റൂം, മഞ്ഞ കളറിലുള്ള മഷ്റൂം, എല്ലാം മഷ്റൂംസ് തന്നെ. ഇത് കഴിച്ച് അടുത്ത സ്വീറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ വെള്ള കളർ സ്വീറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലവേഴ്സിൻ്റെ ഫില്ലിങ് ആക്കിയിട്ടുള്ളത്. അതെ, ഇവിടെ പുറത്ത് മൊത്തം ഫ്ലവേഴ്സും സാധനങ്ങളൊക്കെ ആക്കിയിരിക്കുന്നുണ്ട്. എന്താ ഇഡ്ഡലി പോലത്തെ എന്തോ സാധനമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ്. ഇവിടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉണക്കമീൻ ഇരിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ബീഫും സാധനങ്ങളും, പിന്നെ പോർക്കിൻ്റെ ഐറ്റംസും, പോർക്കിൻ്റെ മൂക്ക് മുതൽ ലിവർ എല്ലാ സാധനങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തേക്കും ഉണക്കമീൻ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ള ഈ കടയിൽ. ദോങ്ബെയിൻ്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, സ്നാക്സും സാധനങ്ങളൊക്കെ. ദോങ്ബെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ്, നമ്മുടെ ഹാർബിൻ പോയ സ്ഥലത്ത് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഇതേ കിടക്കണ് നല്ല മട്ടനെ വന്നു കേട്ടോ. മട്ടൻ്റെ തലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മീറ്റും സാധനങ്ങളുണ്ട്. ഇത് മട്ടനല്ലല്ലോ, മട്ടന് കൊമ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തോന്നണം കേട്ടോ. മീറ്റും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ പ്രോട്ടീൻ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ലിവർ ഇരിപ്പുണ്ട്. ഇത് ഫുൾ ബ്ലൂബെറീസ്, ബ്ലൂബെറി ഫുൾ ബ്ലൂബെറി കേട്ടോ. കുറച്ച് യോഗേർട്ടിൻ്റെ ഷോപ്സും പിന്നെ അതേപോലെ മീനിൻ്റെ കടയൊക്കെയാണുള്ളത്. ഇത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ തരത്തിലുള്ള മീനുകളുണ്ട്. നമുക്ക് ഏതൊക്കെ മീനുള്ളത് നോക്കി നോക്കട്ടെ. അക്വേറിയത്തിലൊക്കെ ഇട്ടിട്ട് മീൻ വെച്ചേക്കുന്നത് പിന്നെ സാൽമണാണോ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറേ കാക്ക പോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതെന്താ ഇതാണോ, അതിനെന്തോ സാധനം ഉണ്ട്. വലിയ മീൻ ലോബ്സ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടൻ ലോബ്സ്റ്റേഴ്സ്, വലിയ ലോബ്സ്റ്ററുണ്ട് അവിടെ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആമയൊക്കെ ഉണ്ട് കേട്ടോ. ആമയ്ക്ക് ഒരു ആമയ്ക്ക് 95 രൂപ per കിലോഗ്രാമാണ് കേട്ടോ. അങ്ങനെ ഓരോ തരം ചെമ്മീനുകൾ. പിന്നെ അടുത്ത മീൻ ഫുൾ ഈ സൈഡ് മൊത്തം മീനിൻ്റെ കടകളാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പച്ചക്കറീൻ്റെ കടകൾ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കേട്ടോ മീനിനൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ അതെ അവിടെ വലിയ ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. ലോബ്സ്റ്ററൊക്കെ നോക്കൂ കൈ, ഇവിടുത്തെ ലോബ്സ്റ്റർ കണ്ടു തന്നെ പേടിയാവുന്നു. എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണം, അതേ ഇരിക്കണം. ഇതാണ് നമ്മുടെ ദോങ്ഹുവ മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകാണ്. നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് നേരെ വന്നത് ധ്യാൻസി ലേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതാണ് ധ്യാൻസി ലേക്ക് വരുന്നത്. അപ്പോൾ ധ്യാൻസി ലേക്കിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ കുൺമിങ്ങിലത്തെ, അതായത് യുന്നാൻ പ്രൊവിൻസിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് വരുന്നത്. ഏകദേശം 300 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. ഇവിടുത്തെ ഫേമസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈബീരിയൻ ക്രെയിൻസ് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ വരുന്ന മൊത്തം സൈബീരിയൻ ക്രെയിൻസ് അല്ല കേട്ടോ, സോറി, സൈബീരിയൻ സീഗൾസ്. അപ്പോൾ ഈ സൈബീരിയൻ സീഗൾസിന് ഷീറ്റ് കൊടുക്കലാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് സൈബീരിയയിൽ നിന്ന് വരുന്നതാണ്. അവിടുത്തെ തണുപ്പ് സഹിക്കാൻ വരാണ്ട് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ബേർഡ്സാണ് ഈ വരുന്നത് മൊത്തം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വരുന്നത് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അല്ല അടിപൊളിയാണ് ഇവിടെ വന്നിട്ട് ബ്രെഡ് കൊടുക്കാനായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ സംഭവമുണ്ട്. ഇവിടെ പാട്ടും പാടിയിട്ട് മറ്റേ ഡോയിൻ്റെ തോന്നുന്നു ടിക്ടോക്കിൻ്റെ സംഭവമാണ്. പാട്ട് പാടിയിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. ഒരു സുന്ദരി അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ചിറക്കൻ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും ബിസിയാണ്. അവിടെ ഇതിന് കൊടുക്കണം, നമുക്ക് എന്തായാലും ഇതിന് തീറ്റയൊക്കെ കൊടുക്കണം, കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. അമ്മയ്ക്കൊക്കെ എറിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൈബീരിയൻ സീകൾ. പോവല്ലേടാ, അങ്ങോട്ട് വാ.
സൈബീരിയൻ സീകൾ ബ്ലാക്ക് ഹെഡായിട്ട് വരുന്ന ഈ സംഭവമാണ് സൈബീരിയൻ സീകൾ വരുന്നത്. അങ്ങനെ എറിഞ്ഞു കൊടുക്കും ചിലവർ, പേടിയുള്ളവർ നേരെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പക്ഷി അങ്ങ് വന്നാൽ ഒറ്റ അടി അടിക്കും. സീഗൾസ് ആണ് കേട്ടോ അത് മൊത്തം വരുന്നത്. ഇവിടെ ഒരു അമ്മച്ചി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡാലിയനിൽ പോയപ്പോഴും ഇതേ സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ പക്ഷിക്ക് തീറ്റ കൊടുക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ പക്ഷിക്ക് തീറ്റ കൊടുക്കാനും കാര്യങ്ങളൊന്നും നിന്നില്ല. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും പക്ഷിക്ക് തീറ്റയും കൊടുത്ത് 2 ഫോട്ടോ എടുക്കണം. ഇവിടെ ഫോട്ടോഗ്രാഫറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി പക്ഷിക്ക് ബ്രെഡ് കൊടുക്കാം. അപ്പോൾ സീകളിന് ബ്രെഡ് കൊടുക്കാൻ പോവാണ്. സൈബീരിയയിൽ നിന്ന് വന്ന സീകളിന് ബ്രെഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതാണ് കഴിക്കാം. എന്താ നീക്ക് വേണ്ടേ? ചെറിയ കഷ്ണം കഴിച്ചു പോകുന്നില്ല. നീ എന്ത് കഴിക്കാൻ നീക്ക് വേണ്ടേ? അങ്ങനെ തന്നെ കഴിക്കാം. അവിടെ മൊത്തം ഈ പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സീകൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പക്ഷികൾ മാത്രമാണ് ഇവിടെ ഈ ഒരു ലേക്കിൻ്റെ അടുത്തേക്കുള്ളൂ. പിന്നെ ഈ ലേക്കിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റോറം മൊത്തം ആ സൈഡിലോട്ടൊക്കെ ഫുൾ മൗണ്ടെയിൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു ലേക്കാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പക്ഷിക്കൊക്കെ തീറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. നല്ലൊരു ബീഫിൻ്റെ ഒരു കറി ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ചോറും കുറച്ച് ഒരു ബൗൾ ചോറും ഉണ്ട്. അപ്പോൾ ഒരു ബീഫിൻ്റെ കറിയും കൂട്ടിയിട്ട് നീ ഫുഡ് അടിക്കാം. ഇതാണ് കുഞ്ഞിങ്ങലത്തെ റോഡിൻ്റെ ഇത് വരുന്നത് കേട്ടോ. എല്ലാ സൈഡിലും റോഡ് സൈഡിലും എല്ലായിടത്തും ഫ്ലവേഴ്സാണ്. ഇത് ഇവിടെ ഒരു പീകോക്കിനെയൊക്കെ ഫുൾ റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് മൊത്തം. നമ്മൾ ഇങ്ങനെ ഓരോ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എല്ലായിടത്തും റോഡ് സൈഡിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതാണ് കുഞ്ഞിങ്ങിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. അല്ല ബീഫ് കറിയൊക്കെ കഴിച്ച് പിന്നെ അതിന് മുന്നേ നമ്മൾ ധ്യാൻചി ലേക്കിൽ കിളിക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അതേപോലെ തന്നെ മാർക്കറ്റ് സാധനങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇനി ചൈനയിലത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ ബൈ.